ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് കുക്കർ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്ന, അതേപോലെ ഒട്ടും തന്നെ കുഴയാത്ത അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗീ റൈസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗീ റൈസ് നിങ്ങൾക്ക് എഗ് റോസ്റ്റിന്റെ കൂടിയും അതേപോലെ നോൺ വെജിന്റെ ഏതൊരു ഡിഷിന്റെ കൂടിയും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. അതേപോലെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന അടിപൊളി ഒരു റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഗീ റൈസ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യം തന്നെ കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെയിലി ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ഒക്കെ മെൽറ്റായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് 10 കാഷ്യൂ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത കാഷ്യൂ ഒരു 3/4 ഭാഗം റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂം കിസ്മിസൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ ഓഫ് ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ കാഷ്യൂം കിസ്മിസൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിന് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഡാൽഡ ചേർത്ത് കൊടുക്കാം. ഡാൽഡ ചൂടായി മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സബോള നീളനെ നുറുക്കിയത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒണിയൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ഒണിയനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൽ ഓഫ് ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കറുകപ്പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പു ഈ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1 ബേ ലീഫ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളനെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് അളവിൽ കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കൈമ റൈസ് 1/2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. റൈസുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1/2 മുറി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇത് വേവാൻ പാകത്തിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 2 കപ്പാണ് റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അതേപോലെ ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്തിട്ടുള്ള സമയത്ത് എപ്പോഴും ഒരു പൊടി മുന്തി നിൽക്കണം, എന്നാലാണ് ഇത് വെന്ത് വന്ന സമയത്ത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഗീ റൈസിനുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് വിസിലടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എയർ കളഞ്ഞ് ഒന്ന് തുറക്കാം. ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒണിയൻ ഇട്ട് കൊടുക്കാം. അതേപോലെ കാഷ്യൂ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ അല്പം കൂടി ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഗീ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗീ റൈസ് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തുറക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് പാർത്താം. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുക്കർ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതേവരെ ആരും ഗീ റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ജെ റെസിപ്പിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ ഇനി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.